നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കൊമ്പനാറ്റോ പൗലിസ്റ്റയുടെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് നെയ്മർ ജൂനിയറുടെ സാന്റോസ് കളിക്കാൻ ഇറങ്ങുകയാണ്. എതിരാളികൾ ബ്രാഗന്റീനോയാണ്. ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:15 ആ കളി നടക്കുന്നത്. ഇപ്പോൾ മിന്നും ഫോമിലാണ് നെയ്മർ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആരാധകരൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി ഈ കളിക്ക് വേണ്ടി കാത്തിരിപ്പാണ്. നെയ്മർ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചു കളിക്ക് റെഡിയാണ്, നാളത്തെ കളിക്ക് റെഡിയാണ് എന്ന് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചിട്ടുണ്ട്. ഒരു നെയ്മർ വിളയാട്ടം ആരാധകർ പ്രതീക്ഷിക്കുന്നു. ആരൊക്കെയായിരിക്കും സാന്റോസിന്റെ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുക എന്നുള്ളത് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഒരു സൂചന നൽകുന്നുണ്ട്. ഗബ്രിയൽ ബ്രസാവോ, പിന്നെ മറ്റു താരങ്ങൾ ജെപി ചെർമോണ്ട്, ഗില്ല്, ജെയ്വാൽഡോ, എസ്കോബാർ, ജാവോ ഷ്മിറ്റ്, ഗബ്രിയൽ ബൊൻഡെമ്പോ, നെയ്മർ, സൊറ്റൽഡോ, ടിക്കീനോ സോളസ്, ഗുയർമെ എന്നിവരെയാണ് ആദ്യ 11-ൽ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ള എല്ലാ കൊമ്പനാറ്റോ പൗലിസ്റ്റ ടൂർണമെൻറ്റുകളിലും സാന്റോസ് ഫൈനൽ കളിച്ചിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് നെയ്മർ തൻ്റെ ആദ്യ സ്റ്റിൻഡിൽ സാന്റോസിനൊപ്പം അദ്ദേഹം കളിച്ചു വളർന്ന ഘട്ടത്തിൽ അവിടെ കളിച്ച എല്ലാ കൊമ്പനാറ്റോ പൗലിസ്റ്റ മത്സരങ്ങളിലും അവർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. 5 കൊമ്പനാറ്റോ ഫൈനൽ മത്സരങ്ങൾ അവർ കളിക്കുകയുണ്ടായി. നെയ്മർ സ്ക്വാഡിൽ ഉണ്ടായിക്കൊണ്ട് അതിൽ 3 കിരീടങ്ങൾ അവർ നേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിലെ വിജയങ്ങളുടെ കണക്ക് നോക്കിയ 2010 അവർ വിജയിക്കുകയുണ്ടായി, 2011 വിജയിക്കുകയുണ്ടായി, 2012 കിരീടം ചൂടുകയും ചെയ്തു. 2 തവണയാണ് ഫൈനലിൽ പരാജയപ്പെട്ടത്, ഒന്ന് 2009 2013. എന്തായാലും വീണ്ടും നെയ്മർ ടീമിൽ ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് കുതിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.